ഇപ്പോൾ 2011-16 കാലത്തെക്കുറിച്ച് ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം കുറച്ച് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 4 ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ എത്ര വീട് നിർമ്മിച്ചു എന്നത് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇവിടെ ഏതെങ്കിലും കണക്കിൽ ഔദ്യോഗികമായി അംഗീകരിച്ചതോ നാടിൻ്റെ അനുഭവത്തിൽ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നതല്ല ഈ 4 ലക്ഷം. നമ്മുടെ നാട്ടിലെല്ലാവരും ജീവിക്കുകയാണല്ലോ. ഏതെങ്കിലും ഭാഗത്ത് ഈ പറയുന്ന കണക്കുകളുണ്ടോ, വീടുകളുണ്ടോ? അപ്പോൾ ഒരു തരത്തിലും ശരിയല്ലാത്ത ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രത്യേക മികവ് അദ്ദേഹത്തെ പോലുള്ളവർ കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം. ഇത് ഓർമ്മിക്കേണ്ട കാര്യം, UDF കാലത്ത് ഈ ലൈഫ് മിഷൻ പോലുള്ള ഒരു കേന്ദ്രീകൃത ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു. ചെറിയ തുക കൊടുത്ത് വീട് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയായിരുന്നല്ലോ. ആ പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിക്കാൻ പുറപ്പെട്ടവർ പാവങ്ങളല്ലേ, വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇപ്പം ലൈഫ് മിഷൻ വന്നപ്പോഴുള്ള അനുഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? വിവിധ പദ്ധതികളുടെ ഭാഗമായി വീട് നിർമ്മിക്കുന്നതിൽ തടസ്സം വന്ന് വഴിക്കിട്ടുപോയ വീടുകൾ പൂർത്തീകരിക്കുന്നതിനാണ് ആദ്യം മുൻഗണന കൊടുത്തത്. കാരണം അന്നത്തെ പൈസ വീട് നിർമ്മിക്കാൻ തികയുമായിരുന്നില്ല. പിന്നെ ഈ പാവങ്ങൾക്ക് വീട് നിർമ്മിക്കാനും പറ്റില്ല. ലൈഫ് മിഷനിൽ 4 ലക്ഷം രൂപയാണ് നൽകുന്നത്. അതിൻ്റെ ഭാഗമായി നല്ലൊരു വീട് നിർമ്മിക്കാനാകും. പുതിയ പദ്ധതി വന്നപ്പോൾ പഴയ കണക്ക് ഏതായാലും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഏത് ലെവൽ വരെ എത്തിയോ അത് കഴിച്ച് ബാക്കിയുള്ള 4 ലക്ഷത്തിൻ്റെ ബാക്കി വരുന്ന എത്രയാണോ അത് കൊടുക്കുക എന്നുള്ള നിലപാടാണ് ആ ലൈഫ് മിഷൻ പദ്ധതിയിലെടുത്തത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, അന്ന് 2016 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലമാണല്ലോ 2016. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അന്ന് പറഞ്ഞത് ഈ പറഞ്ഞ കണക്കല്ല, ഓരോ കൂട്ടരും ഓരോ മേഖലയും കൊടുത്തിട്ടുള്ള കണക്കുകളുടെ വീടുകളുടെ ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതെല്ലാം കൂട്ടിയാൽ ആകെ ഞാൻ പറഞ്ഞ 4000 എത്തും, അതിനപ്പുറത്തില്ല. ഇത് ഉമ്മൻചാണ്ടി തന്നെ അസംബ്ലിയിൽ വ്യക്തമാക്കിയ കണക്കാണ്. അപ്പോൾ ഞാൻ നുണ പറയുന്നതല്ല, നുണ നാട്ടിൽ ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട്. നുണയെ മാത്രം ആശ്രയിക്കുന്നതിൻ്റെ ഭാഗമായി വീണ്ടും വീണ്ടും ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ.